അലോട്ട്മെന്റ് ഈ താലൂക്ക് അടിസ്ഥാനത്തിൽ അലോട്ട്മെന്റ് നടത്താൻ പറ്റുമോ എന്ന് സംബന്ധിച്ചും പരിശോധിക്കണമെന്നുള്ള ഒരു നിലയിൽ അവരുടെ അഭിപ്രായം വന്ന് അത് നമ്മളതിൻ്റെ വിദഗ്ധന്മാരുമായിട്ട് ആലോചിക്കാമെന്ന് പറഞ്ഞു. നമുക്ക് ഒരു മറുപടി പറയുന്നതിന് കഴിയില്ല, പരിശോധിക്കാം, അതിനകത്ത് സംബന്ധിച്ചും പരിശോധിക്കാമെന്ന് പറഞ്ഞു. മലപ്പുറം സർക്കാർ മേഖലയിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 85 സ്കൂളും എയ്ഡഡ് മേഖലയിൽ 88 സ്കൂളുമാണ് ഉള്ളത്. ഹയർ സെക്കൻഡറി രണ്ടാം വർഷം ഇപ്പോൾ പഠിക്കുന്നത് 66,024 കുട്ടികളാണ് പഠിക്കുന്നത്. നിലവിലെ മലപ്പുറത്തിൻ്റെ സാഹചര്യം പരിഗണിച്ച് പുതിയ താൽക്കാലിക ബാച്ച് അനുവദിക്കുക എന്നത് തത്വത്തിൽ അംഗീകരിച്ചിരിക്കുകയാണ്. ജൂലൈ 2-ന് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ജൂലൈ മാസം 2, 3, 4 തീയതികളിലായി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാം. സംസ്ഥാനത്തെമ്പാടുമുള്ള താലൂക്ക് തല സ്ഥിതിവിവര കണക്കുകൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ശേഖരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഇക്കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് നൽകുവാൻ 2 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുകയാണ്. ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർ അക്കാദമിക്, മലപ്പുറം RDD എന്നിവരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ജൂലൈ 5-നകം സമിതി റിപ്പോർട്ട് സർക്കാരിന് നൽകണം. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമാനുസരണമുള്ള അടുത്ത പ്രവേശന നടപടികൾ ആരംഭിക്കും. ഹയർ സെക്കൻഡറി പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു പ്രോസ്പെക്ടസ് ഇറക്കിയിട്ടുണ്ട്. അത് നമുക്ക് അതിൽ നിന്ന് പിന്മാറുന്നതിന് വേണ്ടി കഴിയില്ല. അതിലെ എല്ലാ കാര്യങ്ങളും പാലിച്ചാൽ മാത്രമേ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ കോടതിയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ചോദ്യം ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ട്. നിലവിൽ ജൂലൈ മാസം 31-നകം ആ പ്രോസ്പെക്ടസ് പറഞ്ഞിരിക്കുന്നത് അഡ്മിഷൻ അവസാനിപ്പിക്കുന്ന രീതിയിലാണ് പ്രവേശന ഷെഡ്യൂൾ ക്രമീകരിച്ചിരിക്കുന്നത്. +1 പഠനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ഉറപ്പാക്കും. ഇതിനകം ക്ലാസ് നഷ്ടമാകുന്ന വിദ്യാർത്ഥികൾക്ക് ബ്രിഡ്ജ് കോഴ്സ് നൽകി പഠന വിടവ് നികത്തുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നതാണ്. മലപ്പുറം ജില്ലയിൽ ഇനി അവിടെ ITI കോഴ്സുണ്ട്. അതുപോലെ അൺഎയ്ഡഡ് മേഖലയിൽ ഒഴിഞ്ഞുകിടക്കുന്ന 10,000-ഓളം വരുന്ന സീറ്റുകൾ ഉണ്ട്. അതെ അല്ല, എന്തായാലും അതും കുട്ടികളാണല്ലോ അവിടെയും പഠിക്കുന്നത്. അതിൽ പിന്നെ പോളിടെക്നിക്കിൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പോകാം. അതുപോലെ വേറെന്താ കോഴ്സ്, ഈ SLC കഴിഞ്ഞ ശേഷമുള്ള പിന്നെ VHSC ഉണ്ട്, VHSC ചേർന്ന് പഠിക്കാൻ പോകാം. SLC കഴിഞ്ഞതിന് ശേഷമുള്ള നല്ല ജോലി സാധ്യതയുള്ള കോഴ്സുകൾ വേറെ ഉണ്ട്. ഈ മെഡിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ ധാരാളമുണ്ട്. അതൊക്കെ താല്പര്യമുള്ളവർ പോയാൽ മതി. ഇപ്പം താല്പര്യമുള്ളവർ പോയില്ലെങ്കിലും അവർക്ക് ഇപ്പോൾ സീറ്റ് എന്തായാലും ഉറപ്പാക്കിയിട്ടുണ്ടല്ലോ. ഞാൻ സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. SFIന്ന് പങ്കെടുത്ത ആർഷ്ട്രോ, ASFന്റെ നേതാവ് രാഹുൽ രാജ്, KSUവിൻ്റെ അലോഷി സേവ്യർ, ABVPയുടെ കല്യാണി ചന്ദ്രൻ, MSFന്റെ അസഹർ അലി, NSLന്റെ അബ്ദുൽ ജലീൽ, AIDSOയുടെ സുകന്യ, KSCMന്റെ ബ്രൈറ്റ് കൊട്ടാരകര, ജനാധിപത്യ കേരള സ്റ്റുഡൻസ് കോൺഗ്രസ് ഡൊമിനിക്, സ്റ്റുഡൻസ് വിദ്യാർത്ഥി ജനത ഗിരീഷ്മ രാജേന്ദ്രൻ, കേരള കോൺഗ്രസ് B ആൽവിൻ മാത്യു, ജനതാദൾ സുധീഷ്, കടന്നപ്പള്ളിയുടെ വിദ്യാർത്ഥി സംഘടന റനീഷ് മാത്യു, PJ ജോസഫിൻ്റെ ജോൺസ് ജോർജ്, NCPയുടെ അരുൺ, അങ്ങനെ എല്ലാവരും പങ്കെടുത്തുകയാണ്.
അല്ല നമ്മുടെ കുട്ടികൾ ഒരു കണക്കിൻ്റെ പ്രശ്നമല്ല. നമ്മുടെ കുട്ടികൾക്കാർക്ക് സംശയമില്ല എന്നില്ല, ഒരു സംശയമില്ല അവർക്ക് ഇല്ല. അവരല്ലേ ഇതിൻ്റെ രംഗത്തിരിക്കുന്നത്. ഒരു കണക്കിൻ്റെ ഒരു പ്രശ്നമില്ല. അത് അവിടെ ടോട്ടൽ അപേക്ഷ 82,466. അത് മാറ്റാൻ പറ്റൂല. ആര് വിചാരിച്ചാൽ, ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല. ഇതിൽ 7,606 പേർ ജില്ലയ്ക്ക് പുറത്തുള്ളവരാണ്. സംശയാവസാനം ചോദിക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അങ്ങനെ വരുമ്പോൾ 74,860 പേരാണ് ജില്ലയ്ക്കകത്ത് അപേക്ഷയുള്ളത്. എങ്കിലും സംസ്ഥാനത്തുള്ള ഏത് കുട്ടിക്കും ഏത് ജില്ലയിൽ അപേക്ഷിക്കാമെന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലയിൽ അപേക്ഷ സമർപ്പിച്ച 82,466 പേരെയാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ 4,352 പേർക്ക് മറ്റു ജില്ലകളിൽ പ്രവേശനം ലഭിച്ചു. 4,352. ഞാൻ ഇന്നലെ നമ്മുടെ നിയമസഭയിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞാണ്. അതിൽ തൃശ്ശൂർ, ഇത്രയും വ്യക്തമായ ഒരു കണക്ക് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുണ്ടോ? തൃശ്ശൂർ 543 പേര്, പാലക്കാട് 2,370, കോഴിക്കോട് 1,383. ഈ 3 ജില്ലകളും മലപ്പുറം ഒഴിച്ച് മറ്റ് ജില്ലകൾ 56. ജില്ലയിൽ ശേഷിക്കുന്ന അപേക്ഷകൾ എന്ന് പറയുന്നത് 78,114. അലോട്ട്മെന്റ് നൽകിയിട്ടും പ്രവേശനം നേടാത്ത 11,546 പേരുണ്ട്. ഒറ്റ പ്രാവശ്യം അവർക്ക് അലോട്ട്മെന്റ് കൊടുക്കുകയുള്ളൂ, രണ്ടാമത്തെ പ്രാവശ്യം കൊടുക്കില്ല. അതിൽ ഒരുപക്ഷെ ഇഷ്ടമുള്ള സീറ്റോ അല്ലെങ്കിൽ വീടിനടുത്തോ ഒക്കെ കിട്ടാത്തതുകൊണ്ടായിരിക്കും അങ്ങനെയുള്ള അതിൽ നിന്ന് മാനേജ്മെന്റ് കോട്ടയിൽ 2,866 പേർ ചേർന്നു. കമ്മ്യൂണിറ്റി കോട്ടയുടെ അടിസ്ഥാനത്തിൽ 954 പേർ ചേർന്നു. അൺഎയ്ഡഡ് മേഖലയിൽ 223 പേർ ചേർന്നു. സ്പോർട്സ് കോട്ടയിൽ 444 പേർ ചേർന്നു. MRS സ്കൂളുകളിൽ 5 ഉൾപ്പെടെ ആകെ 4,492 പേർ പ്രവേശനം നേടി. അതിന് ശേഷിക്കുന്നത് 7,054 പേരാണ് ഹയർ സെക്കൻഡറിയിൽ പ്രവേശനം എടുക്കാത്തവർ, നമ്മൾ അലോട്ട്മെന്റിൽ നിന്ന് എടുക്കാത്തവർ. ശേഷിക്കുന്ന 71,060 അപേക്ഷകരിൽ ആകെ 53,762 പേർ +1 ഇതുവരെ പ്രവേശനം നേടി.